നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണാൻ പോകുന്ന അബിക്കിട്ട് നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടുന്നത്. അബിയുടെ വിചാരം അനികയെ എങ്ങനെയെങ്കിലും തീർക്കാന്നോർത്തായിരുന്നു അബി ഇരുന്നേ. പക്ഷേ എങ്കില് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പിന്നീട് അബിക്ക് മനസ്സിലാവണം. അത്ര എളുപ്പത്തിൽ അനികയെ ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന്. അനന്തപുരി വീട്ടില് അനയ്ക്ക് അത്ര നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അബി ഒന്ന് രണ്ട് വട്ടം അനഘയുടെ മുറി കയറാൻ ശ്രമിച്ചു. പക്ഷെ ആ സമയത്തൊക്കെ കാര്യങ്ങൾ പരാജയപ്പെട്ടു പോവാണ്. നവ്യ നല്ല സ്ട്രോങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലുണ്ടല്ലോ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോലും പറ്റിയില്ല അബിക്ക്. കാരണം അബി മനസ്സിൽ കരുതുന്ന കാര്യം നവ്യയോട് ഷെയർ ചെയ്യുമ്പോഴത്തേനും നവ്യ അത് വിളിച്ച് നയനയോട് പറയും. അപ്പോഴേക്കും അവിടെ അനയ്ക്ക് പ്രൊട്ടക്ഷൻ ആയി കഴിഞ്ഞു. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് മനസ്സിലായി. അതുമാത്രമല്ല, ഇവളെ മോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, അല്ലെങ്കിൽ ഇവളുടെ കഥ കഴിക്കണം. മോളെ പിന്നെ കുഴപ്പമില്ല, എന്തേലും ചെയ്യാന്നൊരു ചിന്തയായിരുന്നു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ടില്ല. കാരണം അനന്തപുരി കയറി അത്ര പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അനികയും മോളും കൂടെ വേറെ വാടക വീട്ടിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷെ ആബി അങ്ങനെ ദുഷ്ടത്തരം ചെയ്യാമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നയനെ ആദർശമാണെങ്കിലും അനികയും ചന്തുമോളെ പെട്ടെന്ന് തന്നെ വേറൊരു വീട്ടിലേക്ക് മാറ്റാത്തെ. കാരണം അവനിട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണമല്ലോ. ഡോക്ടർ പറയുകയും ചെയ്തു അധികം വൈകാതെ തന്നെ സംസാരശേഷി കിട്ടുമെന്ന് അനയ്ക്ക്. അങ്ങനെ സംസാരശേഷി കിട്ടുവാണെങ്കിൽ അനഘ സത്യങ്ങളൊക്കെ തുറന്നു പറയൂല്ലോ. അതൊരു തന്നെയായിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് അനഘ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അബിയുടെ മുഖം മൂടി വലിച്ചു കീറണം. അതായിരുന്നു നവ്യയുടെ ആഗ്രഹം. ഇതേ സമയം നന്ദു വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അജയനാണെങ്കിലും അതോടൊപ്പം തന്നെ ജാനകിയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവരുടെ ഉള്ളില് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. നന്ദുവിനെ ഭയക്കുന്ന പോലും അതുകൊണ്ടാണ്. അനിയും നന്ദുവും തമ്മിൽ ഒന്നിച്ചല്ലെന്ന് അജയൻ ഇപ്പൊ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ മനസ്സിലാണെങ്കിലും പല പല സംശയങ്ങളും ഉണ്ടായി. കാരണം അജയൻ പഴയതുപോലൊന്നുമല്ല. നേരത്തെ ആണെങ്കിൽ കമ്പനി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്ന. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആ പഴയ ഉത്സാഹമൊക്കെ അങ്ങോട്ട് പോയി. കമ്പനി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ആദർശ് പലവട്ടം അജയനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അജയൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തേ. ഒടുവിൽ മുത്തശ്ശനോട് ആദർശ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മുത്തശ്ശൻ അജയനെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. മുത്തശ്ശന് തന്നെ മനസ്സിലായി. പിന്നീട് അജയനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കിത് എന്ത് പറ്റി? കമ്പനിയുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ലോ. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ നീ. പക്ഷെ ഇത്തവണത്തെ ഓണ സെയിലും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നറിയാലോ. അപ്പൊ നീ വേണ്ടെന്ന് പോലെ കമ്പനി ശ്രദ്ധിക്കുന്നില്ലെന്നാണല്ലോ. അല്ല അത് പിന്നെ അച്ഛൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുറന്നു പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജാനകിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനിയിപ്പൊ അനിയുടെ കല്യാണക്കാരി ഓർത്തിട്ടാണോ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. എന്തുണ്ടെങ്കിലും നീ തുറന്നു പറയണം. എടാ എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട്. അനിയെ നന്ദും കൂടെ തമ്മിൽ ഒന്നിപ്പിച്ചാലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനി എന്താണെങ്കിലും എത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്ന നന്ദുവിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോ അവന് വേറൊരു ആലോചന വന്നാലും ഒരിക്കലും ഒന്ന് ശാശ്വതമാവെന്ന് എനിക്ക് തോന്നില്ല. അവന്റെ ജീവിതം തകർന്നു പോകത്തുള്ളൂ. പക്ഷെ അജയന് മുത്തശ്ശൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതൊന്നും നടക്കത്തില്ല അച്ഛാ. ആരൊക്കെ പറഞ്ഞാലും ആ ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഒടുവില് മുത്തശ്ശൻ പറഞ്ഞു, എടാ നീ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാനികയോടും ഗോവിന്ദനോടൊക്കെ ഞാൻ സംസാരിക്കാം. അതെ ജാനകിയോട് നീ പറഞ്ഞാൽ മതി, നീ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ആരൊക്കെ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല അച്ഛാ. അവളെപ്പോലൊരു പെണ്ണ് ഈ കുടുംബത്തിലേക്ക് വരാനായിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. മുത്തശ്ശന് മനസ്സിലായില്ല അതിന്റെ പൊരുൾ എന്താന്ന്. മുത്തശ്ശന്റെ ഉള്ളില് സംശയങ്ങളുടെ മുള പൊട്ടി. കാരണം ഇവൻ എന്തിനോ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശന് മനസ്സിലായി. ആ സമയം നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അജയന്. കാരണം നാഗേന്ദ്രനെ കാണാൻ ചെല്ലാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നാഗേന്ദ്രനെ കണ്ടുപിടിഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇങ്ങോട്ടേക്ക് വന്നത് അനന്തപുരിക്കാരെ തകർക്കാനാന്നറിയാം. പക്ഷേങ്കിൽ പഴയ കഥകൾ എന്തേലുമൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നാഗേന്ദ്ര. നീ വന്ന പോലെ തന്നെ തിരിച്ചു പോകാൻ പോകുന്നില്ല. നാഗേന്ദ്രൻ ചോദിച്ചു, എന്താ അജയ നിനക്ക് പേടിയാണോന്ന് ചോദിച്ചു. പേടി അതൊന്നും എൻ്റെ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇനി നീ അനന്തപുരിയെ തകർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പഴയ കളികൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം. നീയും നിന്റെ പെങ്ങളും എല്ലാം കണക്കാന്നുള്ള കാര്യം എനിക്കറിയാം. സത്യങ്ങൾ പലതും ഇപ്പോഴും നീയും അവരൊക്കെ മറച്ചു വെച്ചിരിക്കുക. ഈ നാഗേന്ദ്രനെ നിങ്ങളൊക്കെ ഭയക്കണം. കാരണം തെറ്റ് ചെയ്തവര് ഭയക്കണം എന്ന് പറഞ്ഞു. ഈ നാഗേന്ദ്രന് ഒരു ഭയമില്ലാതെ ഇത്തവണ വന്നിരിക്കുന്നേ. സൂക്ഷിച്ചിരുന്നു അജയ, എപ്പോഴേത് നിമിഷം വേണേലും നീയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അജയന് വല്ലാത്തൊരു ടെൻഷനായി. കാരണം ഇവനൊരു വിഷപ്പാമ്പാണ്. എപ്പോഴാണ് വിഷം തുപ്പുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ തുപ്പിയിട്ടുണ്ട് താൻ അതിനകത്ത് വെന്തീറായി പോകുന്നുള്ള കാര്യം അജയന് മനസ്സിലായി.
അതിന് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് അനികയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അടുത്ത പ്ലാനും പദ്ധതികളൊക്കെ അഭി തയ്യാറാക്കുവാണ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിക്കുകയാണ്. അനികയെ കൊല്ലാൻ വേണ്ടിയിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വന്ന് തീർക്കാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി പ്ലാനും പദ്ധതികളും എല്ലാം തയ്യാറാക്കിയിട്ട് അഭി കിടക്കുവാണ്. പക്ഷേ എങ്കില് ഈ കാര്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നവ്യ വെറുതെ വിടുവോ? നവ്യ ആദർശിനോട് പറഞ്ഞു. അങ്ങനെ അവന്മാര് വീടിനകത്ത് എല്ലാവരും ഉറങ്ങിയ സമയത്ത് കയറുന്ന സമയത്ത് കള്ളന്മാരെ പോലെ പാത്തു ഒതുങ്ങി വരുന്ന സമയത്ത് ആദർശ് അവന്മാരെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഒടുവില് അവന്മാരെ പോലീസിൽ ഏൽപ്പിച്ചു. അബിക്ക് ഇതിൽ പരൊരു അടി കിട്ടാനില്ല. കാരണം അബി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും എന്റെ പേര് വിളിച്ചു പറയരുതെന്ന്. അതുകൊണ്ട് മാത്രം അവന്മാര് പേരൊന്നും പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു ഈ പരിപാടികളൊക്കെ ചെയ്ത അബിയാന്നുള്ള കാര്യം. പിന്നെ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോയ ദിവസം എത്തി അനഘയെ. അങ്ങനെ ആദർശം നയനയൊക്കെ ചേർന്നിട്ടാണ് ചെക്കപ്പിന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നേക്കാളും വ്യത്യാസമുണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു ഞങ്ങൾ അതുപോലെ നോക്കുന്നുണ്ട് ഡോക്ടറെ. ഇങ്ങനെ ഒരു കുറച്ച് ദിവസം അവിടെ പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അനയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടുമെന്നാ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അത് സത്യം തന്നെയായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് അനയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടുവാണ്. അത് ഒരിക്കലും നയന പോലും പ്രതീക്ഷയിൽ എത്ര പെട്ടെന്ന് സംസാരശേഷി കിട്ടുമെന്ന്. ചന്തുമോള് വാരിയെടുത്ത് കൊഞ്ചിക്കുവാണ്. കാരണം ഇത്രയും കാലം സംസാരിക്കാതിരുന്നല്ലേ. നയനയ്ക്കും നവ്യയ്ക്കും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമായിരുന്നു അനഘ സംസാരിച്ചെന്ന്. പക്ഷേ നയന പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് പുറത്തു പറയണ്ട. ആവിക്കിട്ടൊരു പണി കൊടുത്താൽ മതി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണം അവനോട് ഈ സത്യങ്ങളൊക്കെ അവനോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ അവനുള്ള പണി കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു അതെ, ഇത്രയും കാലം അവനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനൊക്കെ തന്നെ എല്ലാവരും മുന്നിൽ വെച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ അനഘ അതിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ അനയ്ക്ക് സംസാരശേഷി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സന്തോഷമായി. അവർക്ക് മനസ്സിലായി അബിക്കിനി ഇപ്പൊ അധിക നാൾ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. കാരണം അനഘ സത്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബി പുറത്താവുന്നുള്ള കാര്യം അബിക്ക് അറിയാവുന്ന. പക്ഷെ സംസാരശേഷി തിരികെ കിട്ടിയില്ലെന്നോർത്തുണ്ടല്ലേ ഇരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിലായിരുന്നു അബി. അതിനു മുമ്പ് അവളെ എങ്ങനെയെങ്കിലും കെട്ടിക്കണം, ഇല്ലാതാക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതേ സമയത്ത് നവീനൊടുവില് നന്ദുവിനോടും അനിയോടും കാര്യങ്ങൾ പറയാണ്. അതെ, എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ അവളെ സ്നേഹിക്കുകയും ചെയ്താ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി. പക്ഷെ അത് ഞാൻ നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ വേറൊരു കല്യാണം ആലോചിക്കും നന്ദുവിന് വേണ്ടി. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന. അവസാനം നവീന് പറയേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് ശരിക്കും അനി നവീനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അവൻ തന്നെ നല്ല ഫ്രണ്ടാന്നുള്ള കാര്യം അനി തിരിച്ചറിഞ്ഞു. പിന്നീട് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നന്ദുവിന് വലിയ ടെൻഷനായിരുന്നു. അതോടൊപ്പം തന്നെ നവീൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അമ്മയും അച്ഛനും ഒക്കെ സമ്മതിച്ച കാര്യമാണ്. ഇനി എങ്ങനെ അവരോട് പറയും തനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്. തൻ്റെ നിർബന്ധം കൊണ്ടാണ് നന്ദുവിനെ വിവാഹം കഴിച്ചോളം വരെ അവർ പറഞ്ഞത്. അപ്പൊ പിന്നെ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവരെ നാണം കെടുത്തുന്ന രീതി ആവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത പ്രതിസന്ധിയിലായി പോയി നവീന്. പിന്നീട് മൂർത്തി മുത്തശ്ശൻ എല്ലാവരെയും കൂടെ വിളിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചു കൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പത്തിനും അനഘയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ അനഘ എന്ത് ചെയ്തു, സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഒരുങ്ങുവാണ്. അഭിയും വന്നിട്ടുണ്ടായിരുന്നു. അഭി ഒരിക്കലും പ്രതീക്ഷയില്ല അനഘ സത്യങ്ങൾ വിളിച്ചു പറയുന്ന അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടിയെന്നുള്ള കാര്യമൊക്കെ. എന്താണെങ്കിലും അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതോടൊപ്പം തന്നെ മൂർത്തി മുത്തശ്ശന് അജയനെ കുറിച്ചുള്ള ആ സത്യങ്ങൾ, നാഗേന്ദ്രനും അജയനും തമ്മിലുള്ള ആ കണക്ഷൻ പണ്ടുണ്ടായിരുന്നേ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ തെറ്റ് ചെയ്ത് ആരാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവാണ്. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതിപ്പോ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.